بسم الله الرحمن الرحيم. حميم عين سين قاف كذلك يوحي إليك وإلى الذين من قبلك الله العزيز الحكيم له ما في السماوات وما في الأرض وهو العلي العظيم تكاد السماوات يتفطرن من فوقهن والملائكة يسبحون بحمد ربهم ويستغفرون لمن في الأرض ألا إن الله هو الغفور الرحيم والذين اتخذوا من دونه أولياء الله حفيظ عليهم وما أنت عليهم بوكيل. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1679 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 42-ാമത്തെ അധ്യായമായ സൂറത്ത് ശൂറയിലെ 1 മുതൽ 6 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حميم عين سين قاف كذلك يوحي إليك وإلى الذين من قبلك الله العزيز الحكيم له ما في السماوات وما في الأرض وهو العلي العظيم تكاد السماوات يتفطرن من فوقهن والملائكة يسبحون بحمد ربهم ويستغفرون لمن في الأرض ألا إن الله هو الغفور الرحيم والذين اتخذوا من دونه أولياء الله حفيظ عليهم وما أنت عليهم بوكيل. صدق الله العلي العظيم. സൂറത്ത് ശൂറയിലെ ആദ്യത്തെ 6 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ 42-ാമത്തെ അധ്യായമായ സൂറത്ത് ശൂറ, അത് മക്കയിൽ അവതരിച്ചതാണ്. നമ്മൾ ഇതിന്റെ ഈ സൂറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പൊതുവായ ചില കാര്യങ്ങൾ ഇന്നലെ മനസ്സിലാക്കുകയുണ്ടായി. സൂറത്ത് ഫുസ്സിലത്തിന്റെ അവതരണത്തെ തുടർന്ന് അതിന്റെ ആശയപരമായ തുടർച്ച എന്നുള്ള നിലക്ക് മക്കയിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു സൂറത്തായിട്ടാണ് സൂറത്ത് ശൂറ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. 53 ആയത്തുകളാണ് ഈ സൂറത്തിൽ അടങ്ങിയിട്ടുള്ളത്. ഇത് സൂറത്ത് ഫുസ്സിലത്തിന്റെ ഒരു തുടർച്ചയാണ് ആശയപരമായി എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. സൂറത്ത് ഫുസ്സിലത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ടുകൊണ്ടിരുന്ന 2 പ്രതിസന്ധികൾ പരാമർശിക്കപ്പെട്ടത് പരോക്ഷമായിട്ട് ആണെങ്കിലും നമ്മൾ കാണുകയുണ്ടായി. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏതെങ്കിലും വിധത്തിൽ വകവരുത്തി ഇല്ലാതാക്കി കളയാൻ വേണ്ടിയുള്ള ശ്രമം ഒരു ഭാഗത്ത്, രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കേൾപ്പിച്ചുകൊണ്ടിരുന്ന ആ ജീവിത ദർശനം, ഈ ജീവിത ദർശനം ഉയർത്തി കാണിക്കുന്ന ദൈവിക വെളിപ്പാടുകളായ ആയത്തുകൾ ജനങ്ങളെ കേൾപ്പിച്ചുകൊണ്ടിരുന്നപ്പോ ബഹളം വെച്ചും അസ്വസ്ഥതകൾ സൃഷ്ടിച്ചും അതുപോലെ ആളുകൾക്ക് വേണ്ട വിധത്തിൽ കേൾക്കാൻ കഴിയാതാക്കിയും ഒക്കെ തടസ്സങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് മക്കയിലെ
ഖുറൈശി സമൂഹത്തിലെ നിഷേധികളായ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ, അവര് അടിസ്ഥാനരഹിതമായ പല കാര്യങ്ങളും സൂറത്തും ആയത്തും ഒക്കെയായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഉന്നയിക്കുകയും വല്ലാത്ത ആശയക്കുഴപ്പവും സങ്കീർണതയും ഒക്കെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നതാണ് പശ്ചാത്തലം ഉണ്ടായിരുന്നത്. ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ് ഇസ്ലാമിക വിശ്വാസത്തിന്റെ അടിത്തറ ആയിട്ടുള്ള ഏകദൈവത്വത്തെയും പാരത്രിക ജീവിതത്തെയും അതുപോലെ അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്ന പ്രവാചകന്റെ ദൗത്യത്തെയും ഒക്കെ പരാമർശിച്ചുകൊണ്ടുള്ള ശ്രദ്ധേയങ്ങളായ കാര്യങ്ങൾ നമ്മൾ സൂറത്ത് ഫുസ്സിലത്തിൽ വായിക്കുകയുണ്ടായത്. അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കപ്പെട്ടതാണ് ഈ ആയത്തുകൾ. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇവിടെ സൂറത്ത് ശൂറയിലെ ആശയങ്ങൾ പങ്കുവെക്കപ്പെടുന്നത്. ആദ്യത്തെ 6 ആയത്തുകൾ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു. ഇതിന്റെ തുടക്കത്തിലുള്ള മുഖത്താത്ത് എന്നറിയപ്പെടുന്ന തരം അക്ഷരങ്ങൾ ഹാ മീം ഐൻ സീൻ ഖാഫ്, ഒരുപക്ഷെ വിശുദ്ധ ഖുർആനിലെ 2 ആയത്തുകൾ ഈ മുഖത്താത്തായിട്ട് ഉള്ള ഒരേ ഒരു സൂറത്താണ് ഈ സൂറത്ത് ശൂറ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനത് പരിശോധിച്ചിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ തറപ്പിച്ച് പറയാത്തത്. എൻ്റെ ഓർമ്മയില് പല സൂറത്തുകളുടെയും തുടക്കത്തിൽ മുഖത്താഴത്തുണ്ട്, പക്ഷെ അതൊന്നും തന്നെ 2 ആയത്തുകളായി പരിഗണിക്കപ്പെടുന്ന വിധത്തില് അല്ല. 2-3 അക്ഷരങ്ങൾ തുടക്കത്തില് ഒരായത്തായിട്ട് മുഖത്താഴത്ത് വരുന്നുണ്ട്. ചില സൂറത്തുകളില് മുഖത്താഴത്ത് തന്നെ അതിന് ശേഷം പറയുന്ന കാര്യങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് അത് വേറെ തന്നെ ആയത്തായിട്ടല്ലാതെ ഒരായത്തിന്റെ ഭാഗമായിട്ട് മുഖത്താഴത്ത് വരുന്ന വിധത്തിലുണ്ട്. ഇവിടെ 5 അക്ഷരങ്ങളാണ് ആകെ മുഖത്താഴത്തായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ 2 അക്ഷരങ്ങൾ ഒരായത്താണ്. ഹമീം എന്നത് ഒരായത്തായിട്ടാണ് അടയാളപ്പെടുത്തി കാണുന്നത്. ഐൻ സീൻ ഖാഫ് എന്നത് 3 അക്ഷരങ്ങൾ, അത് വേറൊരായത്തായിട്ടാണ്. അങ്ങനെ 1ഉം 2ഉം ആയത്തുകള് മുഖത്താഴത്തായ ഈ അക്ഷരങ്ങൾ ആയിട്ടാണ് സൂറത്ത് ശൂറയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ 5 അക്ഷരങ്ങളുടെയും കാര്യത്തില് ഇത് 5 അക്ഷരങ്ങളും ദൈർഘ്യമുള്ള വിധത്തിൽ പാരായണം ചെയ്യപ്പെടുന്ന അക്ഷരങ്ങളാണ്. ഹാ മീം എന്നതില് മദ് കൊടുത്തിരിക്കുന്ന 4 അക്ഷരങ്ങളാണ്. ആ 4 അക്ഷരങ്ങള് വളരെ കൂടുതലായിട്ട് ദീർഘിപ്പിച്ചുകൊണ്ട് പാരായണം ചെയ്യുന്ന ഒരു സാധ്യതയാണുള്ളത്. ആദ്യത്തെ അക്ഷരമാണ് താരതമ്യേന ദൈർഘ്യം കുറഞ്ഞത് എന്ന് കാണാവുന്നത്. അപ്പൊ ഈ 5 അക്ഷരങ്ങളുടെയും കാര്യത്തിൽ നേരത്തെ നമ്മൾ മുഖത്താഴത്തുകളെ കുറിച്ച് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയും ഇവിടെയും ബാധകമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാ മുഖത്താഴത്തുകളെയും തുടർന്ന് ദൈവിക വെളിപാടുകളെ പരാമർശിക്കുന്നു എന്നത് ശ്രദ്ധേയമായ പൊതുവായ ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആന്റെ സൂറത്തുകളുടെ തുടക്കത്തിലുള്ള മുഖത്താഴത്തുകളെ തുടർന്നുള്ളത് ദൈവിക വെളിപാടുകളെ, ദൈവിക ഗ്രന്ഥത്തെ, ആയാത്തുകളെ പരാമർശിച്ചുകൊണ്ടുള്ള വളരെ പ്രാധാന്യമുള്ള ചില കാര്യങ്ങൾ പറയുന്നു എന്നതാണ് കോമൺ ആയിട്ട് പൊതുവായിട്ട് കാണാൻ കഴിയുന്ന ഒരു സംഗതി. മിക്കവാറും ഈ മുഖത്താഴത്തുകൾ വരുന്ന സൂറത്തുകളിലൊക്കെയും നമുക്ക് അതിനെ തുടർന്നുള്ള ആയത്തുകൾ ഇങ്ങനെ ദൈവിക വെളിപാടുകളെ പരാമർശിക്കുന്നതായിട്ട് കാണാം. അപ്പോ അതിന്റെ ഒരു പരോക്ഷമായ സൂചന ഇതുപോലെയുള്ള അക്ഷരങ്ങളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ടവയാണ് ഈ വെളിപാടുകളിൽ അടങ്ങിയ ആയത്തുകളൊക്കെയും തന്നെ. അത് നിങ്ങൾക്ക് പരിചയമുള്ള അക്ഷരങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ ശബ്ദങ്ങൾ തന്നെയാണ്. അവ അത്തരം ശബ്ദങ്ങളോ അക്ഷരങ്ങളോ ചേർത്ത് വെച്ചുകൊണ്ട് ഇതുപോലെയുള്ള ആയാത്തുകൾ നിർമ്മിക്കുക എന്നത് നിങ്ങൾക്ക് സാധ്യമല്ലാത്തൊരു കാര്യമാണ് എന്നൊരാശയം ഇതില് പറയാതെ പറയുന്ന പോലെ ഒരു പക്ഷേ നമുക്ക് അനുഭവപ്പെട്ടേക്കാം. അങ്ങനെ ഒരു സാധ്യത ഉള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ 2 ആയത്തുകളുടെ
ഈ മുഖത്താത്തുകളുടെ പ്രത്യേകിച്ച് സൂചനയൊന്നും നമുക്ക് പറഞ്ഞ് അത് ഇന്നതാണ്, മീം ഇന്നതാണ്, ഐൻ, സീൻ, ഖാഫ് ഒക്കെ ഇന്ന കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് എന്ന വിധത്തില് അന്വേഷണങ്ങളൊക്കെ ചിലരൊക്കെ നടത്തുന്നുണ്ടാകും. പക്ഷെ അതില് കൃത്യമായി അങ്ങനെയുള്ള അർത്ഥസൂചനകളാണ് അത് എന്ന് പറയാവുന്ന വിധത്തിലുള്ള കണ്ടെത്തലുകളൊന്നും ആരും വെളിപ്പെടുത്തിയതായിട്ട് കണ്ടിട്ടില്ല. അപ്പോ ഞാന് തുടർന്നുള്ള ആയത്തുകളിലേക്ക് കടക്കുകയാണ്. കദാലിക ഈ വിധം, ഈ വിധം എന്ന് പറഞ്ഞു വെക്കുന്ന വിധത്തിലാണ്. ഈ വിധമാണ്. തുടർന്ന് പറയുന്ന കാര്യം കൂടി പിന്നെ കേട്ട് നോക്കുക. യൂഹി ഇലൈക്ക, അവൻ നിന്നിലേക്ക് വഹി നൽകുന്നു, നിന്റെ മനസ്സിലേക്ക് ദൈവിക സന്ദേശം ഇറക്കിത്തരുന്നു. വ ഇലല്ലദീന മിൻ ഖബ്ലിക, നിനക്ക് മുമ്പുള്ളവരുടെ ഹൃദയങ്ങളിലേക്കും അവരിലേക്കും അവൻ ഇറക്കി കൊടുക്കുകയുണ്ടായിട്ടുണ്ട്. ആരാണത്? അല്ലാഹു അൽ അസീസുൽ ഹക്കീം, അസീസും ഹക്കീമുമായ, പ്രതാപവാനും അജയ്യനും യുക്തിജ്ഞനുമായ അല്ലാഹു നിനക്കും നിനക്ക് മുമ്പുള്ളവർക്കുമായി വെളിപാടുകൾ വഹിയ് ഇറക്കി കൊടുക്കുകയുണ്ടായി, അല്ലെങ്കിൽ ഇറക്കി തന്നു. ഈ വിധം എന്നാണ് തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളത്. കദാലിക. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്തിന്റെ ആദ്യത്തെ 2 ആയത്തുകൾ ഏറ്റുവാങ്ങി കഴിഞ്ഞു. ഹാമീം, ഐൻ, സീൻ, ഖാഫ് എന്നീ 2 ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിസീവ് ചെയ്തു. അതിനെ തുടർന്നാണ് ഒരുപക്ഷെ ഈ ആയത്തുകളിലേക്ക് അല്ലെങ്കിൽ നേരത്തെ അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അള്ളാഹു പറയുന്നത് കദാലിക, ഈ വിധം, നീ ഇപ്പൊ അനുഭവിച്ച് മനസ്സിലാക്കിയ വിധത്തില്, നിനക്ക് പിന്നിട്ട നാളുകളിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ പോലെ എന്ന് അത് കാണാൻ കഴിയും. കദാലിക, ഈ വിധം. ഈ വിധം എന്ന് പറഞ്ഞാൽ ഏത് വിധം എന്ന സ്വാഭാവികമായ ഒരു ചോദ്യമുണ്ട്. അപ്പോ അതിനുള്ള ഒരു ഉത്തരം ഇവിടെ ഈ 2 ആയത്തുകൾ തുടക്കത്തിൽ കേൾപ്പിക്കപ്പെട്ട ഹാമീം, ഐൻ, സീൻ, ഖാഫ് എന്ന ആയത്തുകൾ എന്ന് കാണാം. അതല്ലെങ്കിൽ സൂറത്ത് ഫുസ്സിലത്ത് ഉൾപ്പെടെയുള്ള നേരത്തെ അവതരിച്ചിട്ടുള്ള സൂറത്തുകളെ പരാമർശിക്കുകയാണ് എന്ന് മനസ്സിലാക്കാം. രണ്ടായാലും ഈ വിധം എന്താണ് ഉണ്ടാവുന്നത്? അൽ അസീസും ഹക്കീമുമായ അള്ളാഹു, അജയ്യനും യുക്തിജ്ഞനുമായ അള്ളാഹു താങ്കൾക്ക് മുമ്പുള്ളവർക്കുമായി ദൈവിക വെളിപാട് ഇറക്കി കൊടുക്കുകയുണ്ടായി എന്നാണ് ഇവിടെ പറയുന്നത്, അല്ലെങ്കിൽ ഇറക്കി കൊടുക്കുന്നു. രണ്ടിനും ആപ്ലിക്കബിൾ ആയ വിധത്തിലുള്ള ഒരു ടെൻസാണ്. യൂഹി ഇലൈക്ക, നിന്നിലേക്കായിട്ട് ഇറക്കി തരുന്നു എന്ന പ്രസന്റ് ടെൻസിൽ ഉൾക്കൊള്ളാം. അതല്ലെങ്കിൽ അതിന്റെ പാസ്റ്റ് ടെൻസിൽ ഔഹ എന്ന അർത്ഥത്തില് ഇറക്കി കൊടുക്കുകയുണ്ടായി എന്ന അർത്ഥത്തിലും അതിനെ മനസ്സിലാക്കാം. കദാലിക യൂഹി ഇലൈക്ക വൈലല്ലദീന മിൻ ഖബ്ലിക, നിന്നിലേക്ക്, താങ്കളിലേക്ക്, അതുപോലെ താങ്കൾക്ക് മുമ്പുണ്ടായിരുന്നവരിലേക്ക് ഏത് വിധത്തിലാണോ ദൈവിക വെളിപാട് ഇറക്കി തരികയുണ്ടായത്, അതുപോലെ ആ വിധത്തിലാണ് ഇപ്പോ താങ്കൾക്കത് അനുഭവിക്കാൻ സാധിക്കുന്നത്. ആരാണിത് അവതരിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്? താങ്കൾക്കായാലും താങ്കൾക്ക് മുമ്പുള്ള ദൈവിക ദൂതന്മാരുടെ കാര്യത്തിലായാലും ഈ ആയാത്തുകൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എങ്ങനെയാണ്? ആരാണത് ചെയ്തിട്ടുള്ളത്? അല്ലാഹുൽ അസീസുൽ ഹക്കീം എന്നാണ് എന്നിട്ട് ആ അവതരിപ്പിച്ചു കൊടുത്ത ആളെ പരാമർശിച്ചുകൊണ്ട് പറയുന്നത്. അപ്പോ കദാലിക യൂഹി, ആര്? യൂഹി അല്ലാഹുൽ അസീസുൽ ഹക്കീം, അസീസും ഹക്കീമുമായ, അജയ്യനും യുക്തിജ്ഞനുമായ അള്ളാഹു അവതരിപ്പിച്ചു കൊടുക്കുന്നു എന്നാണ്. ആയാത്തുകളെ വഹീ ആയിട്ട് പകർന്നു നൽകുന്നു.
അത് പകർന്നു നൽകുന്ന അള്ളാഹുവിനെയാണ് ഇവിടെ വിവരിച്ചിട്ടുള്ളത് അൽ അസീസുൽ ഹക്കീം എന്ന്. അവൻ അജയ്യനാണ്, തോൽപ്പിക്കപ്പെടാൻ കഴിയാത്തവനാണ്, അതുപോലെ യുക്തിജ്ഞനുമാണ്. അവന്റെ കരുത്തും ശക്തിയും അജയ്യതയും ഇരിക്കെ അവന്റെ ഹിക്മത്തിന്റെ ഒരു പ്രകടനം എന്ന നിലക്ക് അള്ളാഹു നിനക്ക് ദൈവിക വെളിപ്പാടുകൾ ഇറക്കി തരുന്നു, നിനക്ക് മുമ്പുള്ളവർക്കും അതേ വിധത്തിൽ ഇറക്കി കൊടുക്കുകയുണ്ടായി. ഏത് വിധത്തിലാണോ നിനക്ക് മുമ്പുള്ളവർക്ക് ഇത് അവതരിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് അതേ വിധം നിനക്കും താങ്കൾക്കും ഇത് ഇറക്കി തരുന്നു എന്ന നിലക്കും അതിനെ വായിക്കാം. അപ്പൊ അള്ളാഹു ഈ ദൈവിക വെളിപ്പാടുകളുടെ സ്രോതസ് യാതൊരു സംശയത്തിനും സാധ്യതയില്ലാത്ത വിധത്തിൽ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. മക്കയില് ഈ ആയത്തുകൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന കുഫാറുകൾ, മക്കയിലെ മുശ്രിക്കുകളും കുഫാറുകളും ഒക്കെയായ മുഖ്യമായും ഖുറൈശി സമൂഹം, അവര് മുഖ്യമായും പ്രശ്നം ഉന്നയിച്ചിരുന്നത് ഇങ്ങനെയുള്ള ദൈവിക വെളിപ്പാട് എന്ന വിധത്തിൽ പരിചയപ്പെടുത്തിക്കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കേൾപ്പിച്ചുകൊണ്ടിരുന്ന ആയത്തുകളുടെ കാര്യത്തിലാണ്. വൽഗൗ ഫീഹി എന്ന സൂറത്ത് ഫുസ്സിലത്തിൽ നമ്മൾ കാണുകയുണ്ടായി. ബഹളം ഉണ്ടാക്കിക്കോളൂ ആയത്തുകൾ കേൾപ്പിക്കപ്പെടുമ്പോൾ എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അത്രത്തോളം അവർക്ക് അത് അസഹ്യമായി മാറിയിട്ടുണ്ടായിരുന്നു. അവർക്ക് അത് തൃപ്തികരമല്ലാതിരുന്നത് കൊണ്ടാണ് സ്വാഭാവികമായിട്ടും അസഹ്യത പ്രകടിപ്പിക്കുന്നത്. പക്ഷെ അതെന്താണ് എന്നത് പറയാൻ, അതിനെക്കുറിച്ചുള്ള നിലപാട് രൂപപ്പെടുത്താൻ അവരെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമായിരുന്നില്ല. പല ആരോപണങ്ങളും അവര് ഇത് സംബന്ധമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിരിൽ ഉന്നയിക്കുകയാണ്. അതൊക്കെ കാവ്യവചനങ്ങളാണ്, ആരോ സഹായിച്ചിട്ട് കേൾപ്പിക്കുന്നതാണ് എന്നൊക്കെയുള്ള നിലക്കുള്ള പല ആരോപണങ്ങളും. അതല്ലെങ്കിൽ മുഹമ്മദിന് എന്തോ ഒരു തരം ഭ്രാന്താണ്, ഭ്രാന്തിന്റെ അവസ്ഥയിലുള്ള ജൽപ്പനങ്ങളാണ് എന്നൊക്കെയുള്ള വിധത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേറെയും പലരും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് അള്ളാഹു ആ വഹീന്റെ പ്രക്രിയയെ തന്നെ പരാമർശിച്ചുകൊണ്ട് പറയുന്നത്. കദാലിക, ഇപ്പൊ നീ അനുഭവിച്ചറിഞ്ഞല്ലോ, അതുപോലെ ആ വിധമാണ് അള്ളാഹു നിനക്ക് ദൈവിക വെളിപ്പാട് ഇറക്കി തന്നിട്ടുള്ളത്. നിനക്ക് മുമ്പുള്ളവർക്കും ഇറക്കി കൊടുക്കുകയുണ്ടായത് ആ വിധത്തിലാണ്. ഇതാണ് അള്ളാഹു തുടക്കത്തിൽ പറയുന്ന കാര്യം. എന്നിട്ട് ആരാണ് ഈ അള്ളാഹു എന്നത് അനുഭവത്തിൽ ബോധ്യപ്പെടാൻ ഉപകരിക്കുന്ന വിധത്തിൽ ചില വെളിപ്പെടുത്തലുകൾ കൂടി അള്ളാഹുവിനെ കുറിച്ച് നടത്തുകയാണ്. അള്ളാഹു അജയ്യനാണ്, അവൻ ഏറ്റവും യുക്തിജ്ഞനുമാണ്. ദൈവിക യുക്തിയുടെ ഭാഗമായിട്ടാണ് മനുഷ്യരാശിക്ക് ഈ വെളിപാടുകളിലൂടെയുള്ള മാർഗദർശനം അവൻ നൽകിയിട്ടുള്ളത്. അവനെ ധിക്കരിച്ചുകൊണ്ട്, അവനെ വെല്ലുവിളിച്ചുകൊണ്ട് ആരെങ്കിലും അഹങ്കാരത്തോടുകൂടി അവയെ തള്ളിക്കളയുന്നുവെങ്കിൽ അവനെ അങ്ങ് തോൽപ്പിച്ചു കളയാമെന്നൊന്നും ആരും കരുതേണ്ടതില്ല എന്നാണ് അൽ അസീസ് എന്ന പദം സൂചിപ്പിക്കുന്നത്. അവൻ അജയ്യനാണ്. നിങ്ങളാരും അംഗീകരിച്ചു പറഞ്ഞത് കൊണ്ടല്ല അവന്റെ അജയ്യതയുള്ളത്. അവൻ പ്രകൃതിയാ തന്നെ അജയ്യത ഉള്ളവനാണ്. അവനാർക്കും തോൽപ്പിക്കുക സാധ്യമല്ല. ലഹു മാഫി സമാവാതി വ മാഫിൽ അർള്, അവന്റെ ഉടമസ്ഥതയിലുള്ളതാണ്, അവൻ അവകാശപ്പെട്ടതാണ് ആകാശങ്ങളിലും ഭൂമിയിലുമായുള്ള സകലതും തന്നെയും. അതുകൊണ്ട് അള്ളാഹുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പിന്നിട്ട സൂറത്തുകളിൽ പറഞ്ഞ പല കാര്യങ്ങളും അവയുടെ പേരിൽ ഇന്നും സന്ദേഹത്തിലായി കഴിയുന്ന മക്കയിലെ ആ നിഷേധികളോടാണ് പറയുന്നത്. അവന്റെ ഉടമസ്ഥതയിലും അവകാശത്തിലും പെട്ടതാണ് നിങ്ങൾ ഉൾപ്പെടെയുള്ള വാനഭുവനങ്ങളിലുള്ളതൊക്കെയും. ലഹു മാഫിസ്സമാവാതി, ആകാശങ്ങളിലുള്ളതൊക്കെയും അവന്റെ ഉടമസ്ഥതയിലുള്ളതാണ്, അവൻ അവകാശപ്പെട്ടതാണ്. മാഫിൽ അർള്, ഭൂമിയിലുള്ളതും. വഹുവൽ അലിയുൽ അലീം, അവൻ അത്യുന്നതനും അതിഗംഭീരനുമാണ് എന്നാണ് തുടർന്ന് പറഞ്ഞു വെക്കുന്നത്. അള്ളാഹുവിന്റെ
ഔന്നത്യത്തിനും ഗാംഭീര്യത്തിനുമുള്ള നിദർശനമായിട്ടാണ് ഇവിടെ ആകാശഭൂമികളിലുള്ള സകല പ്രതിഭാസങ്ങളെയും അള്ളാഹു പരാമർശിക്കുന്നത് എന്നും മനസ്സിലാക്കാം. അള്ളാഹു അലിയാണ്, അലീമാണ്. അള്ളാഹുവിന്റെ ഔന്നത്യം ആണ് അലി കൊണ്ട് സൂചിപ്പിക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ ഗാംഭീര്യവും മഹത്വവുമാണ് ഈ അലീം എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഈ രണ്ടും അള്ളാഹുവിന്റെ വിശിഷ്ടത വെളിപ്പെടുത്തുന്ന, അവന്റെ മഹത്വം ഉദ്ഘോഷിക്കുന്ന രണ്ട് വിശേഷണങ്ങളാണ്. എന്താണ് അതിനുള്ള തെളിവ്? അള്ളാഹു അലിയാണ്, അള്ളാഹു അലീമാണ് എന്നതിനുള്ള തെളിവ് അത് പരാമർശിക്കപ്പെട്ടു കഴിഞ്ഞു ഇതിനകം തന്നെ. ആകാശങ്ങളിലുള്ളതൊക്കെയും നിങ്ങൾ നിരീക്ഷിച്ചു നോക്കൂ, ഭൂമുഖത്തുള്ളതൊക്കെയും നിങ്ങൾ നിരീക്ഷിച്ചു നോക്കൂ. അതിലേത് പ്രതിഭാസം നിങ്ങൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാലും നിങ്ങൾക്ക് അള്ളാഹു അലിയും അലീമുമാണ് എന്നത് ബോധ്യപ്പെടും. അള്ളാഹുവിന്റെ മഹത്വവും ഔന്നത്യവും വെളിപ്പെടുത്തുന്ന വിധത്തിലുള്ളതാണ് ഭൂമുഖത്തും ആകാശത്തുമായുള്ള മുഴുവൻ പ്രതിഭാസങ്ങളും. അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളായ സകല പ്രതിഭാസങ്ങളും തന്നെ അവന്റെ ഔന്നത്യവും അവന്റെ മഹത്വവും വെളിപ്പെടുത്തുന്ന വിധത്തിലുള്ളതാണ് എന്നതാണ് വസ്തുത. എന്നിട്ട് അള്ളാഹു ഒരു വാദത്തിനെ ഗണ്ണിക്കുകയാണ്. മക്കയിലെ കുഫാറുകളും മുശ്രിക്കുകള് ആകാശഭൂമികളിലെ സകലതിന്റെയും ഉടമയായ അള്ളാഹു, ആ അള്ളാഹുവിനോടൊപ്പം വേറെ ചില അല്പന്മാരെ പരാമർശിച്ചുകൊണ്ട് അവരും പങ്കാളികളാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അല്പന്മാര് എന്ന് പറഞ്ഞത് ഭാഷാപരമായിട്ടുള്ള ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ്. മനുഷ്യൻ അള്ളാഹു അല്ലാത്ത മറ്റെല്ലാവരും എന്തെങ്കിലും വിധത്തിലുള്ള പരിമിതിയുള്ളവരായിരിക്കും, എന്തെങ്കിലും വിധത്തിലുള്ള അല്പത്വം അവരിൽ അടങ്ങിയിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ അവര് അപരിമേയമായ കഴിവുകളുള്ളവരോ സാധ്യതകളുള്ളവരോ അല്ല. അള്ളാഹു നിശ്ചയിച്ച സകല പരിമിതികളും ഉള്ളവരാണ് എല്ലാ സൃഷ്ടിജാലങ്ങളും തന്നെ. അള്ളാഹു ഒരിക്കലും തന്നെ അവയെ തന്നെപ്പോലെ മഹത്വമുള്ളവനോ ഔന്നത്യമുള്ളവനോ ആക്കിയിട്ടല്ല സൃഷ്ടിച്ചിട്ടുള്ളത്. എല്ലാവരും സൃഷ്ടികളുടെ സ്വാഭാവികമായ പരിമിതി ഉൾക്കൊള്ളുന്നവരാണ് എന്നതാണ് വസ്തുത. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതൊക്കെയും അവൻ്റെതാണ്. അവയൊക്കെയും തന്നെ വെളിപ്പെടുത്തുന്ന ഒരു കാര്യം അവയുടെ ഒക്കെ തന്നെ അടിസ്ഥാനപരമായ സൂചന അവയ്ക്കൊക്കെയും ഉന്നതനും മഹത്വമുള്ളവനുമായ ഒരു സ്രഷ്ടാവുണ്ട് എന്ന കാര്യമാണ്. അപ്പൊ അള്ളാഹുവിന്റെ ഔന്നത്യവും അള്ളാഹുവിന്റെ മഹത്വവുമാണ് ആകാശഭൂമികളിലുള്ള സകല സംഗതികളും വെളിപ്പെടുത്തുന്ന കാര്യം. ഈ കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനെ തിരിച്ചറിയാത്ത ആളുകൾ, മക്കയിൽ അത്തരം ആളുകൾ ധാരാളം ഉണ്ടാകേണ്ടതില്ല. അത്തരം ആളുകൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഏകത്വത്തെ വെല്ലുവിളിക്കുന്ന ആളുകളാണ്. അവരുടെ സംസാരത്തിൽ പലപ്പോഴും അള്ളാഹുവിന്റെ ഏകത്വത്തെ വെല്ലുവിളിക്കുന്ന വിധത്തിലുള്ള പല സംഗതികളും അവരുടെ നാവിൻ തുമ്പിലൂടെയായിട്ട് പുറപ്പെട്ടു വരാറുണ്ട്. അത് എന്ത് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത് എന്നാണ് ഇവിടെ തുടർന്ന് അള്ളാഹു പറയുന്നത്. തക്കാദു സമാവാതു യതഫത്തർന. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, ആകാശം മിൻ ഫൗഖിഹിന്ന, ആ ഉപരിലോകത്ത് നിന്ന് പൊട്ടിപ്പിളർന്നു പോകുന്ന ഒരു അവസ്ഥയോളം എത്തി നിൽക്കുകയാണ്. തക്കാദു സമാവാതു യതഫത്തർന, ആകാശങ്ങൾ പൊട്ടിപ്പിളരുന്ന, ഛിന്ന ഭിന്നമായി വീഴുന്ന ഒരു അവസ്ഥയുടെ വക്കിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അതിന് കാരണം എന്താ? മിൻ ഫൗഖിഹിന്ന, ഈ ആകാശങ്ങളുടെ ഉപരിതലത്തിൽ നിന്ന്, ആ ഉപരിലോകത്ത് നിന്ന് തന്നെ ആകാശം പൊട്ടിപ്പിളർന്ന് കഷ്ണങ്ങളായി അടർന്നു വീഴാൻ
കാരണമാകുന്ന അത്രയും ഗൗരവമുള്ള ചില കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നതാണ് സൂചിപ്പിക്കപ്പെടുന്നത്. ആകാശങ്ങൾ പൊട്ടിപ്പിളർന്ന് വീണു പോവുക, അങ്ങനെ ഒരു സാധ്യതയാണ്, അങ്ങനെ ഒരു വലിയ അപകടമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. അതിനെന്തായിരിക്കും കാരണം? അള്ളാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിക്കാതെ ആകാശഭൂമികളിലുള്ള സകലതിന്റെയും ഉടമസ്ഥൻ അള്ളാഹുവാണ് എന്ന കാര്യം അംഗീകരിക്കാതെ അവനോടൊപ്പം ചിലർ പങ്കാളികളായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ആ സംസാരം കാരണമായി, അതിലടങ്ങിയിട്ടുള്ള ദൈവനിന്ദ കാരണമായി, അതിലടങ്ങിയിട്ടുള്ള ധിക്കാരം കാരണമായി ആകാശം തന്നെ പ്രതിഷേധിച്ചുകൊണ്ട് പൊട്ടിപ്പിളരുന്ന ഒരു കാര്യം സംഭവിച്ചേക്കാം എന്നാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. അത് സംഭവിക്കുവോളം കടുപ്പമുള്ളതാണ് ഈ ആളുകൾ കാണിക്കുന്ന ധിക്കാരവും നന്ദികേടും അതുപോലെ സത്യസന്ധതയില്ലായ്കയും എന്നതൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. തകാദുസ്സമാവാതു യതഫത്തർന മിൻ ഫൗഖിഹിൻ, ആകാശങ്ങള് ആ ഉപരി ലോകത്ത് നിന്ന് അവയുടെയൊക്കെ ഏറ്റവും മുകളിൽ നിന്നായിട്ട് തന്നെ പൊട്ടിപ്പിളർന്ന് അടർന്നു വീഴുന്ന ഒരവസ്ഥ ഉണ്ടായേക്കാം. എന്ത് കാരണമായിട്ടാണ്? അള്ളാഹുവിന്റെ ഏകത്വത്തെ നിഷേധിക്കുകയും അവനോടൊപ്പം മറ്റു ചിലരും പങ്കാളികളാണ് എന്ന വിധത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന മക്കയിലെ കുഫാറുകളുടെയും മുശ്രിക്കുകളുടെയും നിലപാട് കാരണമായിട്ട് അങ്ങനെ ഉണ്ടായേക്കാം എന്നതാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. അലാ ഇന്നല്ലാഹ ഹുവൽ ഗഫൂറുർ റഹീം. എന്നാൽ അതോടൊപ്പം തന്നെ മനസ്സിലാക്കുക, അള്ളാഹു തീർച്ചയായിട്ടും ഏറെ പുറത്തു കൊടുക്കുന്നവനും ഏറെ കരുണ ചെയ്യുന്നവനുമാണ് എന്ന്. ആകാശം പൊട്ടിപ്പിളർന്ന് അവരുടെ തലക്ക് മീതെ വീഴുന്ന ഒരവസ്ഥ ഇപ്പോൾ ഉണ്ടായിട്ടില്ല. അതിന്റെ ഒരേ ഒരു കാരണം അള്ളാഹു ഗഫൂറും റഹീമുമാണ് എന്നതാണ്. അവൻ ഗഫൂറും റഹീമുമായതുകൊണ്ടാണ് മക്കയിലെ ആളുകൾക്ക് സമയം നീട്ടി അനുവദിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. അവരുടെ ധിക്കാരവും അവരുടെ നിഷേധവും അവരുടെ അനുസരണക്കേടും ഒക്കെ പരിഗണിച്ചുകൊണ്ട് അള്ളാഹു വല്ല നടപടിയും സ്വീകരിക്കുകയായിരുന്നുവെങ്കിൽ ഈ ഉപരിലോകത്തെ ആകാശങ്ങളൊക്കെയും തന്നെ അവരുടെ മേൽ പൊട്ടിപ്പിളർന്ന് വീഴുമായിരുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. അപ്പോ അങ്ങനെ ഉണ്ടായിട്ടില്ല. തകാദുസ്സമാവാതു യതഫത്തർന മിൻ ഫൗഖിഹിന്ന. എന്നാൽ മലക്കുകളുടെ അവസ്ഥ എന്താണ്? അതിനിടക്ക് നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ ആയത്തിന്റെ ഞാൻ വിശദീകരിക്കാൻ വിട്ടുപോയൊരു ഭാഗം. യഥാർത്ഥത്തിൽ അത് പിന്നീട് വായിക്കുക എന്നതും ഒരു യുക്തിപരമായ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അലാ ഇന്നല്ലാഹ ഹുവൽ ഗഫൂറുർ റഹീം എന്നത് ആണ് യഥാർത്ഥത്തിൽ ആകാശങ്ങള് അവരുടെ മേൽ പൊട്ടിപ്പിളർന്ന് വീണു പോകാതിരിക്കുന്നതിനുള്ള കാരണം അള്ളാഹു ഗഫൂറും റഹീമുമാണ് എന്നതാണ്. അങ്ങനെ അള്ളാഹു ഗഫൂറും റഹീമുമായി നിലകൊള്ളുന്നതിനൊരു കാരണമുണ്ട്. അത് ഈ ആളുകളുടെ അർഹത ഒന്നുമല്ല. അള്ളാഹുവിനോട് ധിക്കാരം കാണിച്ചുകൊണ്ടിരിക്കുന്ന മക്കയിലെ ആ ഘട്ടത്തിലെ ആളുകളുടെ എന്തെങ്കിലും നിലക്കുള്ള അർഹത കാരണമായിട്ടല്ല അള്ളാഹു അവർക്ക് കരുണ കാണിക്കുകയോ അവരോട് മഗ്ഫിറത്ത് അവർക്ക് അനുവദിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. അത് അതിനിടക്കുള്ള വാചകത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നുണ്ട്. തകാദുസ്സമാവാതു യതഫത്തർന മിൻ ഫൗഖിഹിന്ന എന്ന് പറഞ്ഞിട്ട് അള്ളാഹു വേറൊരു വിഷയം അവിടെ അതിനിടക്ക് പറയുന്നുണ്ട്. വൽ മലായികതു, മാലാഖമാർ, യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം. എന്താണ് മാലാഖമാര് മലക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അള്ളാഹുവിനുള്ള സ്തുതികീർത്തനങ്ങൾ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അവർക്കതിൽ യാതൊരു വൈമനസ്യവുമില്ല. അള്ളാഹുവിനോട് സാമീപ്യം നേടിയിട്ടുള്ള സമീപസ്ഥരായ മാലാഖമാര് യാതൊരു വൈമനസ്യവും മടിയും കൂടാതെ യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം, തങ്ങളുടെ റബ്ബിന്റെ ഹംദ് കീർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പൊ എന്താണ് തസ്ബീഹിൽ പറയുന്നത്? അള്ളാഹുവിനുള്ള ഹംദാണ്. അള്ളാഹുവിനുള്ള ഹംദ്, അള്ളാഹുവിനുള്ള സ്തുതി കീർത്തനങ്ങള് മുഴക്കുകയാണ്, ആലാപനം ചെയ്യുകയാണ്. അതാണ് മലക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മലക്കുകൾ മാത്രമല്ല, സകല ജീവജാലങ്ങളും അള്ളാഹുവിനുള്ള ഹംദ് തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാഹുവിനുള്ള ഖുർആന്റെ പ്രയോഗം തന്നെ അങ്ങനെയാണ്. യുസബ്ബിഹൂന ബിഹംദി റബ്ബി. അള്ളാഹുവിനുള്ള ഹംദ്, തങ്ങളുടെ റബ്ബിനുള്ള സ്തുതി അതാണ് അവർ പ്രകീർത്തനം ചെയ്യുന്നത്. അപ്പൊ അവരുടെ തസ്ബീഹിന്റെ ഉള്ളടക്കം എന്താണ്? അള്ളാഹുവിനുള്ള ഹംദാണ്. അൽഹംദുലില്ലാ എന്നതാണ് അവര് ആവർത്തിച്ച് പ്രകീർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണ നമ്മൾ സുബ്ഹാനല്ലാ അതുപോലെ അൽഹംദുലില്ലാ എന്നീ രണ്ട് ദിക്റുകളാണ് മലക്കുകൾ ചൊല്ലുന്നത്, പറയുന്നത് എന്നാണ് മനസ്സിലാക്കാറുള്ളത്. പക്ഷെ അത് ഖുർആന്റെ പ്രയോഗം മനസ്സിലാക്കുമ്പോൾ അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യുന്നത് തന്നെ അവനുള്ള ഹംദ് അറിയിക്കാൻ വേണ്ടിയാണ് എന്നതാണ് ഈ പ്രയോഗം വെളിപ്പെടുത്തുന്ന ഒരു കാര്യം. അവർ ചെയ്യുന്ന കാര്യം എന്താണ്? തസ്ബീഹാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത്? ബി ഹംദി റബ്ബിഹി, തങ്ങളുടെ റബ്ബിനുള്ള വാഴ്ത്തലായിട്ടും പ്രശംസയായിട്ടും അതുപോലെ സ്തുതികീർത്തനങ്ങളായിട്ടും ഒക്കെ. അപ്പൊ ഈ ഒരു സംഗതിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മലക്കുകൾ. അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ അള്ളാഹുവിന്റെ ദാസന്മാരൊക്കെയും അള്ളാഹുവിന്റെ ഇബാദുകളൊക്കെയും തന്നെ അള്ളാഹുവിനുള്ള തസ്ബീഹിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. അവർ നിരന്തരമായി അള്ളാഹുവിന് ഹംദ് നടത്തിക്കൊണ്ട് അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുകയാണ്. അപ്പോ മലക്കുകളാണ് അതില് യാതൊരു വൈമനസ്യവും ഇല്ലാതെ മടിയുമില്ലാതെ നിരന്തരമായിട്ട് അള്ളാഹുവിനുള്ള തസ്ബീഹിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അള്ളാഹുവിനുള്ള തസ്ബീഹ് നിർവഹിക്കുന്നത് അള്ളാഹുവിനുള്ള ഹംദ് നടത്തിക്കൊണ്ടാണ്. അപ്പോ വൽ മലായികത്തു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം വയസ്തഗ്ഫിറൂന ലിമൻ ഫിൽ അർദ്. മാത്രവുമല്ല, അവര് ഭൂമിയിലുള്ളവർക്ക് വേണ്ടി പാപമോചനം തേടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു മലക്കുകൾ. കാരണം അള്ളാഹു അവരുടെ മേൽ ആകാശം തകർന്നു വീഴാൻ തീരുമാനിക്കുവോളം അവരുടെ ധിക്കാരം വളർന്നിട്ടുണ്ട്, അവരുടെ അഹന്ത പ്രകടമായിട്ടുണ്ട്. അപ്പോ അള്ളാഹുവിന്റെ നടപടി അവരുടെ കാര്യത്തിൽ വന്നു ചേരാനിരിക്കുകയാണ്. പക്ഷെ ആരാണ് അത് ഡിറ്റർ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്? മനുഷ്യര് വൈമനസ്യം കാണിക്കുന്നതിനനുസരിച്ച് മലക്കുകള് അള്ളാഹുവിനുള്ള തഹ്മീദും തസ്ബീഹും വർദ്ധിപ്പിച്ചുകൊണ്ട് അവനുള്ള സ്തുതി കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. എന്തിനാണ്? അതോടൊപ്പം അവര് അള്ളാഹുവിനോട് മഗ്ഫിറത്ത് തേടുകയാണ്. അവരുടെ പാപങ്ങളുടെ കാര്യത്തിലല്ല മഗ്ഫിറത്ത് തേടുന്നത്, ഭൂമിയിലുള്ളവർക്ക് വേണ്ടിയാണ് മാലാഖമാര് മലക്കുകള് മഗ്ഫിറത്ത് തേടുന്നത്. പുറത്തു കൊടുത്താളെ അവർക്ക് വിവരം ഇല്ലാത്ത ആളുകളാണ്, അവരുടെ അജ്ഞത കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അവർക്ക് അവരുടെ ഈ പാപം പുറത്തു കൊടുത്തേക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർ അള്ളാഹുവിനോട് കേണപേക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോ വയസ്തഗ്ഫിറൂന ലിമൻ ഫിൽ അർദ്, ഇത് മലക്കുകൾ പ്രത്യേകമായിട്ട് ഭൂമിയിലുള്ളവർക്കായിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നതിന്റെ രഹസ്യം, ഭൂമിയിലുള്ള ആളുകൾ കാണിക്കുന്ന ധിക്കാരവും അഹന്തയും ഒക്കെ പരിഗണിക്കുകയാണെങ്കിൽ ആകാശം എന്നോ അവരുടെ മേൽ തകർന്നു വീണിട്ടുണ്ടാകും. പക്ഷെ അങ്ങനെ ഉണ്ടാവാതെ അവർക്ക് സമയം ദീർഘിപ്പിച്ചു കൊടുക്കുന്നതും അവരോട് കാരുണ്യം കാണിക്കുന്നതും അവരോട് കൃപാവായ്പ് കാണിക്കുന്നതും ഒക്കെ തന്നെ ഇവിടെ മലക്കുകൾ ആവശ്യപ്പെടുന്നത് കൂടി വിധത്തിലാണ്. മലക്കുകൾ അള്ളാഹുവിനോട് നിരന്തരമായി അവരുടെ തസ്ബീഹും തഹ്മീദും ഒക്കെ ചെയ്യുന്നതിനിടക്കായിട്ട് ഭൂമിയിലുള്ള ധിക്കാരം കാണിച്ച മനുഷ്യരോട് കരുണ കാണിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് തേടിക്കൊണ്ടിരിക്കുകയാണ് അവർ. അപ്പോ ആരുടെയെങ്കിലും കാര്യത്തിൽ ദീർഘമായ കാലയളവ് അള്ളാഹു അവർക്ക് നൽകുന്നുവെങ്കിൽ അത് മലക്കുകൾ പോലെയുള്ള അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങൾ അവർക്ക് വേണ്ടി മഗ്ഫിറത്ത് തേടുന്നത് കൊണ്ടുകൂടിയാണ് എന്നൊരു കാര്യം
നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോരുത്തരുടെയും അർഹത പരിഗണിച്ചുകൊണ്ടാണ് അള്ളാഹു നിലപാട് ഉടനെ സ്വീകരിക്കുന്നതെങ്കിൽ ആകാശം എന്നോ അവരുടെ മേൽ ഉതിർന്നു വീണിട്ടുണ്ടാകും. ആ വിധത്തിലുള്ള ധിക്കാരമാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ അലാ ഇന്നല്ലാഹ ഹുവൽ ഗഫൂറുർ റഹീം എന്നാണ് തുടർന്ന് പറഞ്ഞിരിക്കുന്നത്. അറിയുക, നിശ്ചയമായിട്ടും അല്ലാഹു ഗഫൂറും റഹീമുമാണ്, പുറത്തു കൊടുക്കുന്നവനും കരുണ കാണിക്കുന്നവനുമാണ്. അതുകൊണ്ടാണ് ഭൂമുഖത്ത് പല ധിക്കാരികളുടെയും പല കടുത്ത ധിക്കാരങ്ങൾ ഉണ്ടായിട്ടും അവരെന്നിട്ടും ഇവിടെ ജീവിക്കുന്നു എന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ചില നടപടികളൊക്കെ ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് ഉടനടി അള്ളാഹുവിന്റെ അവരുടെ കാര്യത്തിലുള്ള ശിക്ഷാ നടപടി നടപ്പിലാക്കാൻ മതിയായ കാരണമായിട്ടുള്ളതാണ് എന്നതാണ് വസ്തുത. പക്ഷെ ഉടനടി ഉണ്ടാകുന്നില്ല. ഒരല്പം കരുണ അവരോട് കാണിക്കണം, അവർക്കൊരല്പം സമയം നീട്ടിക്കൊടുക്കണം എന്നൊക്കെയുള്ള വിധത്തിൽ മലക്കുകള് അള്ളാഹുവിനോട് കേണുകൊണ്ടിരിക്കുകയാണ്. അതാണ് പലരുടെയും കാര്യത്തില് ഉടനടി നടപടി ഇല്ലാതെ പോകുന്നത് എന്നതാണ്, അല്ലെങ്കിൽ അതിന് കാരണം എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. വല്ലദീന തഖദൂ മിൻ ദൂനിഹി ഔലിയ എന്നിട്ട് പറയുകയാണ്, അള്ളാഹുവിന് പുറമെ തങ്ങളുടെ ഔലിയ ആണ് എന്ന നിലക്ക് മറ്റു പലരെയും സ്വീകരിച്ചിട്ടുള്ള ആളുകളുണ്ടല്ലോ. അള്ളാഹു ഹഫീളുൻ അലൈഹിം, അവരുടെ കാര്യത്തിലുള്ള സൂക്ഷിപ്പുകാരൻ അള്ളാഹുവാണ്. അവരുടെ കാര്യത്തില് പ്രവാചകരെ താങ്കളല്ല, അല്ലെങ്കിൽ മലക്കുകളല്ല അവരുടെ കാര്യത്തില് ചുമതലയുള്ളവൻ. ഹഫീളായിട്ട് അവരുടെ സംരക്ഷണ ചുമതലയുടെ, അവരുടെ സകല കാര്യങ്ങളുടെയും മേൽനോട്ട ചുമതലയുള്ളത് അള്ളാഹുവിനാണ്. അവരെ സൃഷ്ടിച്ചത്, അവർക്ക് ഭൂമിയിൽ ജീവിക്കാൻ അവസരം ഒരുക്കിയിട്ടുള്ളത്, അവർക്കുള്ള ഭാഗധേയം നിർണയിച്ചു കൊടുത്തത്, അവർക്കുള്ള മാർഗദർശനം അള്ളാഹു ദൈവികമായ വെളിപാടുകളിലൂടെ നൽകിയിട്ടുള്ളത്, അവരുടെ ജീവിതത്തിൽ അവർ നടത്തുന്ന ചില തീരുമാനങ്ങളും തെരഞ്ഞെടുപ്പും അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള അവരുടെ ഒരു കർമ്മജീവിതം, അവസാനം അവരോരോരുത്തരും അള്ളാഹുവിന്റെ അടുക്കിലേക്ക് തിരികെ പോകേണ്ടി വരുന്നത്, ഈ വക കാര്യങ്ങളിൽ ഒന്നും തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഇടപെടലിനും സാധ്യതയില്ലാത്ത വിധത്തില് അവയുടെ ചുമതല അള്ളാഹുവിന്റെ കൈകളിലാണ്. വല്ലദീന തഖദൂ മിൻ ദൂനിഹി, ഇവര് അള്ളാഹുവിന് പുറമെ ഔലിയാനെ സ്വീകരിച്ച ആളുകളാണ്. ഔലിയ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങളിൽ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു അത് ഉപയോഗിച്ചിട്ടുണ്ട്. ഏറ്റവും അടുത്ത കൂട്ടുകാരൻ, സംരക്ഷകൻ, മേൽനോട്ടക്കാരൻ, അങ്ങനെ പല അർത്ഥങ്ങളിലും. അപ്പോ അള്ളാഹു ആണ് എല്ലാവരുടെയും വലിയ എന്നതാണ് ഖുർആൻ ഉയർത്തി കാണിക്കുന്ന കാര്യം. ആരെങ്കിലും അള്ളാഹുവിന് പുറമെ ചില ഔലിയാനെ സ്വീകരിച്ചുവെങ്കിൽ, അള്ളാഹുവിന് പുറമെ ചില ആലിഹത്തുകളെ മറ്റു ചിലരെ സ്വീകരിച്ചുവെങ്കിൽ, അവരുടെ കാര്യത്തില് അള്ളാഹു പറയുന്നത് അവരുടെ നിയന്ത്രണം വേറെ ആർക്കെങ്കിലും അല്ല. അവരുടെ കാര്യത്തിൽ എപ്പോ വേണമെങ്കിലും എന്ത് നടപടിയും സ്വീകരിക്കാൻ പറ്റുന്ന വിധത്തിൽ അള്ളാഹു ഹഫീളുൻ അലൈഹിം, അവരുടെ ചുമതലക്കാരൻ അള്ളാഹുവാണ്. അള്ളാഹുവാണ് അവരുടെ സംരക്ഷകൻ, അള്ളാഹുവാണ് അവർക്കുള്ള അവസരം നൽകിയവൻ, അവരുടെ മേൽ നടപടി സ്വീകരിക്കേണ്ടവനും അള്ളാഹു തന്നെയാണ്. ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു അർത്ഥസൂചനയാണ് ഹഫീൽ എന്ന വാക്കിനുള്ളത്. അപ്പൊ അള്ളാഹു ഹഫീലുന അലൈഹിം, അവരുടെ കാര്യത്തില് അവരുടെ ഹഫീലായിട്ട്, അവരുടെ ചുമതലക്കാരനായിട്ട് അള്ളാഹുവാണ്. വമാ അൻത അലൈഹിം ബിവക്കീൽ, അവരുടെ കാര്യത്തിൽ എന്തെങ്കിലും ഇടപെട്ട് നടപടി സ്വീകരിക്കാൻ വക്കാലത്ത് ഏൽപ്പിക്കപ്പെട്ടവനല്ല താങ്കൾ എന്നാണ് തുടർന്ന് അള്ളാഹു പറയുന്നത്. താങ്കളുടെ കാര്യം അതൊന്നുമല്ല. അവരെ അള്ളാഹു ഏൽപ്പിച്ച ഈ ദൈവിക സന്ദേശം കേൾപ്പിക്കുക എന്നത് മാത്രമാണ് താങ്കളുടെ ദൗത്യം. അവരെ സംരക്ഷിച്ച് എടുക്കുക, അവര് സംരക്ഷിതരാണ് എന്നത് ഉറപ്പുവരുത്തുക. ഒരു കാരണവശാലും അവരുടെ കാര്യത്തില് ഒരു അപകടവും ഉണ്ടാവുന്നില്ല, അവർക്ക് ദൈവിക ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്നില്ല എന്നൊന്നും
വരുത്താൻ നിനക്ക് ചുമതലയില്ല. നീ വക്കീലൊന്നുമല്ല. കാര്യം പറഞ്ഞാൽ മതി, കാര്യം അവരെ അറിയിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. അല്ലാതെ അവർക്കൊന്നും പറ്റുന്നില്ല എന്ന് ഉറപ്പുവരുത്താനൊന്നും നിനക്ക് ചുമതലയില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. വമാ അൻത അലൈഹിം ബിവക്കീൽ എന്ന് ചിലപ്പോഴൊക്കെയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ദൗത്യം വളരെ പരിമിതമായതാണ് എന്ന കാര്യം മറന്നുപോകുന്ന വിധത്തിൽ ജനങ്ങളോട് ആത്മാർത്ഥത കാണിക്കുന്നത് നമുക്ക് അതിനെ ഖുർആൻ തന്നെ പലയിടത്തും പരാമർശിച്ചിട്ടുണ്ട്. നമ്മൾ പലയിടത്തും പിന്നിട്ട സൂറത്തുകളിൽ അത് കാണുകയുണ്ടായിട്ടുണ്ട്. അപ്പൊ വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയ, അള്ളാഹുവിന് പുറമെ ഔലിയാനെ പലരെയും സ്വീകരിച്ചിട്ടുള്ള ആളുകൾ, മുഖ്യമായിട്ടും ആ ഘട്ടത്തിലെ മക്കയിലെ ആളുകൾ ആ ഒരു നടപടിക്രമം പിന്തുടരുന്ന ആളുകളായിരുന്നു. അള്ളാഹു അവരെ പരാമർശിച്ചു കൊണ്ട് പറയുകയാണ്, ഈ ഔലിയ ഒന്നുമല്ല അവരുടെ ഹഫീദ്. പലരെയും അവര് ഔലിയ ആയിട്ട് കാണുന്നുണ്ടാവും, പക്ഷെ അവരൊന്നും തന്നെ ഇവരുടെ സംരക്ഷണ ചുമതലയുള്ളവരല്ല. അവർക്കൊന്നും അവരുടെ കാര്യത്തിൽ ഒന്നും ചെയ്യാനും സാധിക്കുകയില്ല. ഈ ഔലിയാകളായിട്ട് അവർ കാണുന്ന ആളുകൾ ഇവരുടെ ഹഫീൽ അല്ല, മറിച്ച് ആരാണ് ഇവരുടെ ഹഫീൽ? അല്ലാഹു ഹഫീലുൻ അലൈഹിം, അല്ലാഹു ആണ് അവരുടെ മേൽ സംരക്ഷണം ഒരുക്കുന്നവൻ, അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ എല്ലാ സംഗതിയിലും മേൽനോട്ടം വഹിച്ചുകൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കുന്നവൻ. വമാ അൻത അലൈഹിം ബിവക്കീൽ, അവരുടെ കാര്യത്തില് താങ്കൾ ചുമതല ഏൽപ്പിക്കപ്പെട്ട ഒരു വക്കീലല്ല. വക്കീൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, നമ്മള് ആ നിയമ ലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ടും നമുക്ക് ആ പദം പ്രയോഗത്തിലുള്ളത് അറിയാം. വക്കീൽ എന്ന് പറഞ്ഞാൽ എന്റെ കാര്യം പൂർണ്ണമായിട്ട് കോടതി പ്രക്രിയകളിൽ നോക്കിക്കൊള്ളണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരാളെ ഏൽപ്പിക്കുകയാണെങ്കിൽ അയാളാണ് എന്റെ വക്കീൽ. പിന്നെ ഞാൻ അതില് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, അത് അയാള് ശ്രദ്ധിക്കണം, അയാള് ശ്രദ്ധിച്ചോളും, ഇതാണ് കാര്യം. അപ്പോ ഈ ആളുകള് ശ്രദ്ധിക്കാതെ വിട്ടിരിക്കുകയാണ് അവരുടെ ഭാഗധേയം. അക്കാര്യത്തില് പൂർണ്ണമായ ചുമതല തനിക്കാണ് എന്ന് കരുതിയിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ അവർക്ക് വേണ്ടി വളരെയേറെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു പറയുന്നത്, താങ്കളെ അവരുടെ വക്കീലായിട്ട് നിയമിച്ചിട്ടില്ല, അവർക്ക് ഈ കാര്യം പറഞ്ഞു കൊടുക്കുന്ന ഒരു സന്ദേശവാഹകനായിട്ട് ആ കാര്യം നിർവഹിച്ചാൽ മതി. വക്കീലാവുമ്പോ അവര് തോറ്റുപോയാൽ, കേസ് വാദിച്ച അവസാനം അവർക്ക് ഫെയിലിയർ ആണെങ്കിൽ എന്ന ആശങ്കയൊക്കെ വേണ്ടി വരും. അതൊന്നും വേണ്ട, വക്കീലല്ല റസൂല് മാത്രാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇവിടെ ഉണർത്തുന്നത്. പറയുന്ന കാര്യം ഇതാണ് അവസാനിപ്പിക്കുന്നത്, വമാ അൻത അലൈഹിം ബിവക്കീൽ, അവരുടെ കാര്യത്തില് താങ്കള് ചുമതല ഏൽപ്പിക്കപ്പെട്ട വക്കീലാണ് എന്ന് ധരിക്കേണ്ടതില്ല എന്നാണ്. അപ്പോ സൂറത്തു ശൂറയുടെ തുടക്കം ഇങ്ങനെയാണ്. സൂറത്തു ഫുസ്സിലത്തിന്റെ ആശയപരമായ ഒരു തുടർച്ചയായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.